Good morning, students. Another question ആണ്. The three vertices of a triangle are 0, 0, 3, 1, and 3, 1, 3. If this triangle is inscribed in a circle, circle the equation കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ മൂന്ന് പോയിന്റും സർക്കിൾ ടച്ച് ചെയ്ത് the circle is inscribed in a circle. ഈ മൂന്ന് പോയിന്റ് സർക്കിൾ ടച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് സർക്കിൾ ഇക്വേഷൻ കണ്ടുപിടിക്കാം. സർക്കിളിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്? x² + y² + 2gx + 2fy + c = 0. ഫസ്റ്റ് പോയിന്റ് 0, 0 നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഈ സർക്കിളിന്റെ ഇക്വേഷൻ കൊടുത്തിട്ട് ഇക്വേഷൻ 1 എന്ന് എടുക്കുകയാണെങ്കിൽ ഇക്വേഷനിൽ കൊടുത്തു കഴിയുമ്പോൾ എന്ത് കിട്ടും? 0 + 0 + 0 + 0 + c = 0. അപ്പോൾ c യുടെ വാല്യൂ നമുക്ക് എഴുതാം 0. Therefore നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും? x² + y² + 2gx + 2fy = 0. ഇതാണ് സർക്കിളിന്റെ ഇക്വേഷൻ. ഇതിൽ 2g എത്രയാണ് 2f എത്രയാണെന്ന് അറിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. അപ്പോൾ 2g ഉം 2f കണ്ടുപിടിക്കാൻ അടുത്ത രണ്ട് പോയിന്റ് ഉപയോഗിക്കുന്നു. ഈ ഇക്വേഷന് നമ്മൾ 2 എന്ന് പേര് കൊടുക്കുക. ഈ 2ന് നമ്മൾ 9 + 1 + 6g + 2f = 0. അപ്പോൾ 6g + 2f = -10. ഇത് നമുക്ക് ഇക്വേഷൻ 3 എന്ന് പേര് കൊടുക്കാം. അതുപോലെ 1, 3 അതിന് പാസ് ചെയ്യിപ്പിക്കാം. 1, 3 ഇതിന് പാസ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കിയേ? 1 + 9 + 2g + 6f = 0. അപ്പോൾ 2g + 6f = -10. അത് നമുക്ക് ഇക്വേഷൻ 4 എന്ന് കൊടുക്കാം. ഇക്വേഷൻ 4ന് നമ്മൾ 3 കൊണ്ട് ഗുണിക്കാം. 3 കൊണ്ട് ഗുണിച്ച് × 3. അപ്പോൾ 9 × 6g + 3 18f -30 ഇതിന് 5. ഇക്വേഷൻ 3യും ഇക്വേഷൻ 5ഉം കൂടി നമുക്ക് സോൾവ് ചെയ്യാം. ഇക്വേഷൻ 3യും ഇക്വേഷൻ 5ഉം സോൾവ് ചെയ്യാനായിട്ട് ഇക്വേഷൻ 5ൽ നിന്ന് ഇക്വേഷൻ 3 കുറയ്ക്കാം. കുറച്ച് കഴിയുമ്പോൾ 6 0 വരും. 18f × 24 കുറച്ച് കഴിഞ്ഞാൽ 16f വരും. അല്ല -30 നിന്ന് -10 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് -20 എന്ന് വരും. നമുക്ക് 16f എന്ന് പറഞ്ഞാൽ f = എത്രയാണ്? -20/16 വരും. നമുക്ക് 2f ആണ് ആവശ്യം. അപ്പോൾ -40/16 വരും. അതിന് നമുക്ക് എത്ര എഴുതാം? -5/2. 40 × 16. അപ്പോൾ 2f-ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? -5. ഇനി 2f-ന്റെ വാല്യൂ -5 കിട്ടാണെങ്കിൽ g-യുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. g-യുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കാം. ഇവിടെ 2g + 6f 2g + 6f = -10 ആണ്. അപ്പോൾ 2g = -10 - 6f. 6f നമുക്ക് എന്ത് എഴുതാം? 3 × 2f എന്ന് എഴുതാം. അപ്പോൾ -10 - 3 × 2f എത്രയാണ്? -5/2. Therefore -10 + 15/2. Therefore -10 20 -5/2. അപ്പോൾ 2g-യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? -5/2. അപ്പോൾ 2g-യുടെ വാല്യൂ -5/2 കിട്ടി. 2f-ന്റെ വാല്യൂ -5/2 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇക്വേഷൻ ഓഫ് സർക്കിൾ. ഇക്വേഷൻ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ C പോയ ഇക്വേഷൻ സർക്കിൾ ആണ്. x² + y² + 2g. 2gക്ക് പകരം -5/2 കൊടുത്തു. പ്ലസ് 2f-ന് പകരം -5/2y + c + c 0 ആണ്. 0 കൊടുത്തു. നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x² + 2y² -5x -5y = 0. ഇതിന്റെ ഓപ്ഷൻ ഏതാന്ന് നോക്കാം. 2x² + 2y² -5x -5y = 0. ഇവിടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഇ is the correct answer. ഓപ്ഷൻ ഇ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. 2x² + 2y² -5x -5y = 0. ഇതാണ് നമ്മുടെ. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്തത്? ഈ 3 പോയിന്റ് 0, 0, 3, 1, 1, 3 ഇത് മൂന്നും ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സർക്കിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. Therefore ഈ സർക്കിളിനെ ടച്ച് ചെയ്യുന്നതുകൊണ്ട് അത് 0, 0 കൊടുത്തപ്പോൾ c-യുടെ വാല്യൂ കിട്ടി. അതിനുശേഷം മറ്റു 2 പോയിന്റ് ഉപയോഗിച്ച് 2g കണ്ടുപിടിച്ചു, 2f കണ്ടുപിടിച്ചു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇക്വേഷനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ആണ് 2x² + 2y² -5x -5y = 0. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question. The points of intersection of the
of the line y is equal to x plus 2 and the circle x minus 2 the whole square plus y square equal to 16 are minus 2, 0, 2, 4, minus 2, 4, 2, 0, 4, 0, 4, 2, 4, 6, 4, minus 2, 4, 0, 4, minus 2. And the point of intersection of the line y equal x plus 2 and circle x minus 2 whole square plus y square equals 16 are. Here y equal to x plus 2 y equal to x plus 2. Now, this circle equation like y equal to x plus 2 x minus 2 whole square plus x plus 2 the whole square is equal to 16. The square here by x square plus 4 minus x square plus 4 minus 4 plus 4x is equal to 16. The minus 4x plus 4x cancel. 2x square plus 8 is equal to 16. 2 into x square plus 4 equal to 16. X square plus 4 is equal to 8. Therefore, x square is equal to 4. X is equal to plus or minus 2. X is equal to plus 2 y divided by 4. X is equal to minus 2 y divided by 0. Therefore, 2, 4, minus 2, 0 on the answer. Option A is the correct answer. Minus 2, 0, 2, 4. Option A is the correct answer. That's the question. The question y ക്ക് പകരം x plus 2 substitute ചെയ്യാം. അപ്പോൾ ഒരു വേരിയബിളിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വേരിയബിൾ കണ്ടുപിടിക്കാം. ആ വേരിയബിൾ വെച്ച് നമുക്ക് അടുത്ത വേരിയബിൾ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് രണ്ട് പോയിന്റ് കിട്ടും. പോയിന്റ്സ് ആർ -20 and 24. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത question number 57. The equation of circle, equation of the circle touching the x-axis. Touching the x-axis at 5, 0 and the line y is equal to 10 is x square plus y square minus 10x minus 10y plus 25 is equal to 0. X square plus y square minus 10x minus 10y minus 25 is equal to 0. X square plus y square minus 5x minus 5y minus 5 is equal to 0. Then x square plus y square minus 5x minus 5y plus 5 is equal to 0. X square plus y square plus 10x plus 10y minus 25 is equal to 0. The equation of circle touching the x-axis at 5, 0 and the line y is equal to 10. അപ്പോൾ നമ്മളൊരു x-axis വരച്ച് കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ സർക്കിൾ. ഈ ഒരു പോയിന്റ് എന്തായിരിക്കും? x-axisന്റെ 5, 0. അപ്പോൾ ഈ പോയിന്റ് 5, 0. ഓക്കെ. ഈ പോയിന്റ് y is equal to 10. അപ്പോൾ ഈ പോയിന്റ് എന്തായിരിക്കും? 5, 10. നമ്മൾ ഇങ്ങനെ ലൈൻ വരച്ചാൽ ഇത് സെന്റർ ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് എന്തായിരിക്കും? ഗ്രിഡ് പോയിന്റ് കണ്ടെടുക്കാം. 5 വരും. 5 × 10 8 ഉണ്ട്. അപ്പൊ നമുക്ക് 5. അപ്പൊ റേഡിയസ് r is 5 വരും. അപ്പോൾ ഇവിടെ നമുക്ക് സെന്റർ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 5, 5 കിട്ടും. റേഡിയസ് എത്ര കിട്ടും? റേഡിയസ് is equal to 5 കിട്ടും. അപ്പോൾ സെന്ററും റേഡിയസും കിട്ടിക്കഴിഞ്ഞാൽ സർക്കിൾ ഇക്വേഷൻ ഫോർമുല എന്താണ്? x minus 5 the whole square y minus 5 the whole square is equal to radius in the square 25. The square ചെയ്യുമ്പോൾ x square plus 25 minus 10x plus y square plus 25 minus 10y is equal to 25.
ഒരു 25 കട്ട് ചെയ്ത് കളയുന്നു. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് വൈ സ്ക്വയർ മൈനസ് 10y then plus 25 is equal to 0. And x square plus y square, x square plus y square minus 10x. നമുക്ക് ആദ്യം ഇങ്ങനെ എഴുതാം. ആദ്യം x square plus y square minus 10x minus 10y plus 25 is equal to 0. Option A is the correct answer. X square plus y square minus 10x minus 10y plus 25 is equal to 0. അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ എന്ത് ചെയ്തു? നമ്മൾ സർക്കിൾ വരച്ചു. അതിന്റെ സർക്കിൾ ടച്ചിങ് x ആക്സിൽ 50 വരെ ടച്ച് ചെയ്തു. ലൈൻ y is to 10. അപ്പോൾ നമുക്ക് രണ്ട് പോയിന്റ് കിട്ടി. ഈ ഒരു പോയിന്റ് 50, ഈ ഒരു പോയിന്റ് 510. ഇത് നമ്മൾ ഇങ്ങനെ ലൈൻ വരച്ചു കഴിഞ്ഞാൽ സെന്റർ പോയിന്റ് എത്രയായിരിക്കും? 5. ആ സെന്റർ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്തു? മിഡ് പോയിന്റ് ഫോർമുല എടുത്തു. x1 plus x2/2 y1 plus y2/2. മിഡ് പോയിന്റ് ഫോർമുല ഉപയോഗിച്ച് സെന്റർ കണ്ടുപിടിച്ചു. ഈ സെന്റർ കിട്ടി കഴിഞ്ഞാൽ സർക്കിൾ ആയതുകൊണ്ട് ഇവിടം വരെയുള്ള അകലത്തെയാണ് റേഡിയസ് ആണ് r is equal to 5 കിട്ടി. സെന്റർ നമുക്ക് 5 കിട്ടി. സെന്റർ 5 റേഡിയസ് 5 കിട്ടി കഴിഞ്ഞാൽ സർക്കിൾ minus a whole square plus y minus square equal to r square. അപ്പൊ നമ്മള് സെന്ററിന്റെ പോയിന്റ് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ x square plus 25 minus 10x plus y square plus 25 minus 10y equal to 25. ഒരു 25 നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പൊ x square plus y square minus 10x minus 10y plus 25 is equal to 0. Option A is the correct answer. നോട്ട് ചെയ്തെടുത്തോളൂ.